ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ബാങ്കുകൾ നൽകുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകളും റിക്കറിംഗ് ഡെപ്പോസിറ്റുകളും നമ്മൾ വളരെ സേഫ് ആണെന്ന് കരുതുന്നു. എന്നാൽ ഈ ഡെപ്പോസിറ്റുകൾ കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 4% തൊട്ട് 6%. എന്താല്ലേ? എന്താണ് ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ ക്യാഷിൻ്റെ മൂല്യം ഓരോ ദിവസം ചെല്ലുന്നോറും കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിലാണ് 10 തൊട്ട് 12% കിട്ടുന്ന ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അട്രാക്റ്റീവ് ആവുന്നത്. ബാങ്കിനെ പോലെ തന്നെ ഗ്യാരണ്ടീഡ് ആയിട്ട്, സെക്യൂർഡ് ആയിട്ട്, സീനിയർ ആയിട്ട് കിട്ടുന്ന ഇത്തരം ബോണ്ടുകൾ കൊളാട്രകൾ വെച്ചുകൊണ്ട് നൽകുന്ന ബോണ്ടുകളാണ്. ഈ ബോണ്ടുകൾ 10%-ലധികം റിട്ടേൺ തരുന്നുണ്ട്. 4 വിധത്തിലുള്ള ബോണ്ടുകൾ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ബോണ്ടുകൾ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പുറത്തിറക്കുന്ന ബോണ്ടുകൾ, പബ്ലിക് സെക്ടർ കമ്പനികൾ പുറത്തിറക്കുന്ന ബോണ്ടുകൾ, നാലാമതായിട്ട് കോർപ്പറേറ്റ് കമ്പനികൾ പുറത്തിറക്കുന്ന ബോണ്ടുകൾ. ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ള, ഏറ്റവും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ബോണ്ടുകൾ വരെ ഇന്ന് ബാങ്കുകൾ കൊടുക്കുന്ന റിട്ടേണിനേക്കാളും റേറ്റ് ഓഫ് റിട്ടേൺ അധികം കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ബോണ്ടുകളെ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത്. നിങ്ങൾ ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺ പ്രതീക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബാങ്കിന് പകരം ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മാസ്റ്റർ ക്ലാസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഫുള്ള് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ട് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ പറ്റും.